മോശം സ്വപ്നം കണ്ടാൽ എന്തു ചെയ്യണം? നിങ്ങൾ പഠിക്കേണ്ട മര്യാദകളിൽ ഒന്നാണ്. ഒന്നാമത്തെ കാര്യം, മോശം സ്വപ്നം കണ്ടാൽ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം. ഈ സ്വപ്നത്തിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅ അഹദുകും റുഅ്യ യക്റഹുഹാ, നിങ്ങളിൽ ഒരാൾ പ്രയാസകരമായ സ്വപ്നം കണ്ടാൽ അവിടുന്ന് പറഞ്ഞു വലിയസ്അലില്ലാഹ മിൻ ഖൈരിഹാ, അതിലെ നന്മ അള്ളാഹുവിനോട് ചോദിക്കുക. ആ സ്വപ്നത്തിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് ചോദിക്കുക. വലിയതഅവ്വദ് ബില്ലാഹി മിൻ ശർരിഹാ, ഇതിന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക. ഇത് സ്വപ്നം കണ്ടാൽ, മോശം സ്വപ്നം കണ്ടാൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, പിശാചിൽ നിന്ന് രക്ഷ ചോദിക്കുക. മോശം സ്വപ്നങ്ങൾ ശൈത്താനിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇദാ റഅ മാ യക്റഹു ഫലിയതഅവ്വദ് ബില്ലാഹി മിൻ ശർരിഹാ വമിൻ ശർരി ശൈത്താൻ, മോശം സ്വപ്നം കണ്ടാൽ സ്വപ്നത്തിന്റെ ഉപദ്രവത്തിൽ നിന്നും പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുക. മൂന്നാമത്തെ കാര്യം, ഇടതുഭാഗത്തേക്ക് അവൻ 3 തവണ ചെറുതായി തന്റെ ഉമിനീർ തെറിപ്പിച്ചുകൊണ്ട് തുപ്പുക. ചെറുതായി, തുപ്പലം വലിയ രൂപത്തിൽ പുറത്തു പോകുന്ന രൂപത്തിലാണ്. മുൻപ് ഹദീസുകൾ നമ്മൾ മന്ത്രിക്കുന്ന സമയത്ത് ഹദീസിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. തഫൽ എന്ന ഹദീസിൽ വന്നത് തുപ്പലം ചെറുതായി പുറത്തു പോകുന്ന രൂപത്തിൽ ഇടതുവശത്തേക്ക് അവൻ തുപ്പുക. അത് നിസ്കാരത്തിൽ വസ്വാസ് ഉണ്ടായാലും പാലിക്കേണ്ട കാര്യം, പലരും ചെയ്യാത്ത കാര്യമാണ്. നിസ്കാരത്തിൽ വസ്വാസ് ഉണ്ടായാലും ചെയ്യേണ്ട കാര്യം, ഇടതുഭാഗത്തേക്ക് ഇങ്ങനെ 3 തവണ തുപ്പുക എന്നത് സുന്നത്താണ്. അത് സ്വപ്നത്തിന്റെ കാര്യത്തിലും വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽയബ്സുഖ് അൻ യസാരിഹി തലാസ, അവൻ തന്റെ ഇടതുഭാഗത്തേക്ക് 3 തവണ തുപ്പുക എന്നത് ചെയ്യണം. ഇത് ധാരാളമായി തുപ്പലം തെറിപ്പിക്കാനല്ല, കാരണം വെച്ച് 1-2 തുപ്പലത്തിന്റെ ചെറിയ കണികകൾ പുറത്തു പോകുന്ന രൂപത്തിൽ. നാലാമത്തെ കാര്യം, അല്ല യദ്കുറഹലി അഹദ്, ഒരാളോടും സ്വപ്നത്തെക്കുറിച്ച് പറയാതിരിക്കുക. നിന്റെ ഏറ്റവും അടുത്ത ആളോട് വരെ പറയരുത്. ചിലപ്പോൾ വളരെ മോശമായ സ്വപ്നങ്ങൾ ചിലർ കാണും. ഇത് ഭാര്യയോടാകട്ടെ, മക്കളോടാകട്ടെ, ഭർത്താവിനോടാകട്ടെ, ആരോടും പറയാതിരിക്കുക, മിണ്ടാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅ റുഅ്യൽ ഖബീഹ ഫലാ യദ്കുർഹാ, മോശം സ്വപ്നം കണ്ടാൽ അവൻ അത് പറയരുത്. വേണമെങ്കിൽ ഹദീസിന് ഇങ്ങനെ അർത്ഥം പറയാം, അത് അവൻ ഓർക്കരുത്, അത് അവൻ സ്മരിക്കരുത്. അത് ഓർക്കുന്നതിനനുസരിച്ച് മനസ്സിൽ അത് ഉണ്ടാക്കുന്ന പ്രയാസം വർദ്ധിക്കും. മറന്നുകളയാൻ വഴി ആരോടും പറയാതിരിക്കുക. മാത്രമല്ല, നിങ്ങൾ ഇത് പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് മറക്കും. പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ പറയുന്നത് നിങ്ങൾ നിർത്തിയാൽ സ്വപ്നം മറന്നുപോകും, അതിന്റെ പ്രയാസങ്ങൾ അവസാനിക്കുന്നതാണ്. അഞ്ചാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി ഹദീസിൽ വന്നതുപോലെ വൽയതഹവൽ അൻ ജംബിഹി അല്ലദീ കാന അലൈഹി, അവൻ ഏത് ഭാഗത്തേക്കാണോ തിരിഞ്ഞു കിടന്നിരുന്നത് ആ ഭാഗത്ത് നിന്ന് മറിഞ്ഞു കിടക്കുക, കിടത്തം മാറ്റം. പേടി സ്വപ്നം കാണുന്ന സമയത്ത് എങ്ങനെയാണോ കിടന്നിരുന്നത് കിടത്തം മാറ്റം. ഉദാഹരണത്തിന് വലതുഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നുവെങ്കിൽ മലർന്ന് കിടക്കുക, ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നുവെങ്കിൽ മലർന്ന് കിടക്കുകയോ വലതുഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുകയോ ചെയ്യുക. ഇങ്ങനെ കിടത്തത്തിന്റെ രൂപം അവൻ മാറ്റുക. ആറാമത്തെ കാര്യം, ചില ഹദീസുകളിൽ വന്നതുപോലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണെങ്കിൽ നിസ്കരിക്കുന്നത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ അവൻ നിസ്കാരത്തിൽ പ്രവേശിക്കുക. ഏഴാമത്തെ കാര്യം, ആ സ്വപ്നം അത് വ്യാഖ്യാനിക്കാതിരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിസ്സാരമായി കാണരുത്. സ്വന്തം ഹദീസിൽ പറഞ്ഞ കാര്യം എനിക്ക് ബോധ്യപ്പെട്ടില്ല എന്നതിന്റെ പേരിൽ നീ തള്ളി പറയും. പ്രത്യേകിച്ച് സ്വപ്നത്തിന്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ യുക്തിവാദികളെ വരെ അമ്പരപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ഒന്നാണ് സ്വപ്നം എന്നത്.